നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഹോർമുസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്നത് ഏകദേശം 2000-ഓളം കപ്പലുകൾ. ഇപ്പോൾ ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ മാറ്റിമറിക്കുന്നു. ഭൗമരാഷ്ട്രീയ തന്ത്രങ്ങൾ മെനയാൻ ഒരു ടോൾ ബൂത്തായി ഹോർമുസ് കടലിടുക്കിനെ ഇറാൻ മാറ്റി. ഒരു വശത്ത് പതിറ്റാണ്ടുകൾക്കിടയിൽ ആദ്യമായി സംഭവിക്കുന്ന ഏറ്റവും വലിയ ഊർജ്ജ പ്രതിസന്ധിയാണ് ലോകം നേരിടുന്നത്. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കപ്പലുകളെ നിയന്ത്രിക്കാനും അവരിൽ നിന്ന് നികുതി ഈടാക്കാനും ഇറാൻ ആവിഷ്കരിച്ച ഒരു അനൗദ്യോഗിക സംവിധാനം ഇതാണ് ടോൾ ബൂത്ത്. ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ആണ് ടോൾ ബൂത്തിന് പിന്നിൽ. അവരുടെ ഏജന്റുമാർ അതിലൂടെ കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്ന് വലിയ ടോൾ പിരിക്കും. ഇറാൻ പാർലമെന്റ് ഒരു നിയമം പാസാക്കി അതിനുശേഷമാണ് സാധാരണ ഇത്തരം കാര്യങ്ങളിലേക്ക് ഇറാൻ കടക്കുന്നത്. എന്നാൽ സമുദ്ര അതിർത്തിയിലൂടെ കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്ന് ടോൾ പിരിക്കാനുള്ള തീരുമാനമെടുത്തത് IRGC. കപ്പലുകൾക്ക് സുരക്ഷ നൽകുന്നു എന്ന വ്യാജേനയാണ് ഇത്തരമൊരു നികുതി പിരിവ്. ഹോർമുസ് കടലിടുക്ക് ഒരു കപ്പൽ കടക്കണമെങ്കിൽ ആ കപ്പലുടമകൾ IRGCയുടെ റെപ്രസെൻറ്റേറ്റീവിനെ ബന്ധപ്പെടണം. കപ്പലുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും കൈമാറിയതിനു ശേഷം അവർ ആവശ്യപ്പെടുന്ന തുക നൽകിയാൽ മാത്രമേ ഹോർമുസ് കടലിടുക്ക് വഴി ഈ കപ്പലുകളെ ഇറാൻ കടത്തിവിടൂ. കടലിടുക്കിൽ പ്രവേശിക്കുമ്പോൾ IRGC കമാൻഡർമാർ VHF റേഡിയോ വഴി ക്ലിയറൻസ് കോഡ് ചോദിക്കും. അനുമതി ലഭിച്ച കപ്പലുകളെ ഇറാന്റെ ബോട്ടുകൾ ലാർക്ക് ദ്വീപിന് ചുറ്റുമുള്ള സമുദ്രഭാഗത്തുകൂടി സുരക്ഷിതമായി കടത്തിവിടും. ഇറാന്റെ സുഹൃത്ത് രാജ്യങ്ങൾക്ക് ഇളവ് അനുവദിച്ചിരുന്നു നേരത്തെ ഇറാൻ. എന്നാൽ ഇക്കഴിഞ്ഞ ദിവസം ചൈന സുരക്ഷാ നികുതി നൽകിയാണ് തങ്ങളുടെ കപ്പലുകൾ ഹോർമുസ് കടലിടുക്കിലൂടെ പുറത്തേക്ക് കൊണ്ടുവന്നത്. ചൈനീസ് കപ്പലുകൾ ചൈനീസ് കറൻസിയായ യുവാൻ ഉപയോഗിച്ച് ടോൾ നൽകി. ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്: ഇറാന് ടോൾ നൽകുക എന്ന നടപടിക്രമം ഇപ്പോൾ ചൈന തുടങ്ങിവെക്കുന്നു. ഇന്ത്യൻ കപ്പലുകൾ പാത ഉപയോഗിക്കുന്നു എങ്കിലും ഇതുവരെ ടോൾ ആവശ്യപ്പെട്ടിരുന്നില്ല ഇറാൻ. അമേരിക്കയും ഇസ്രയേലും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ കൂടുതൽ സമ്മർദ്ദത്തിലാഴ്ത്തുന്ന നടപടിയാണ് ഇപ്പോൾ ചൈന സ്വീകരിച്ചിരിക്കുന്നത്. സുരക്ഷാ നികുതി നൽകി തങ്ങളുടെ കപ്പലുകൾ ഹോർമുസ് കടലിടുക്കിലൂടെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ മറ്റു രാജ്യങ്ങളും ആ നടപടി തുടരണം എന്ന് പറയാതെ പറയുകയാണ് ചൈന. ഒരു വശത്ത് ഹോർമുസ് കടലിടുക്കിൻ്റെ നിയന്ത്രണം ഇപ്പോഴും പൂർണ്ണമായി ഇറാന്റെ പക്കൽ, മറുവശത്ത് അമേരിക്കൻ സഖ്യരാജ്യങ്ങളായ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ തുടരെ മിസൈൽ ആക്രമണങ്ങൾ. സൗദി അറേബ്യയിലെ അമേരിക്കൻ വ്യോമതാവളത്തിന് നേർക്കും ഇറാൻ മിസൈലുകൾ തൊടുത്തു. ഇറാനെ കീഴ്പ്പെടുത്തണമെങ്കിൽ ഒരു കരയുദ്ധം അനിവാര്യമാണ് എന്ന് യുദ്ധവിദഗ്ധർ പറഞ്ഞിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കരയുദ്ധത്തിനുള്ള നീക്കം തുടങ്ങി. എന്നാൽ ഇതൊരു മരണക്കെണിയാവും എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇറാന്റെ സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന ശിലയാണ് കാർക്ക് ദ്വീപ്. നേരത്തെ കാർക്ക് ദ്വീപിൽ ഇസ്രയേൽ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. കാർക്ക് ദ്വീപിനെ ബോംബിട്ട് തകർക്കുക എന്ന ആശയമാണ് ഇസ്രയേൽ മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ കാർക്ക് ദ്വീപിനെ നശിപ്പിക്കുന്നത് കൊണ്ട് തങ്ങൾ പ്രതീക്ഷിക്കുന്ന ലക്ഷ്യം നേടില്ല എന്ന് ട്രംപ് വിശ്വസിക്കുന്നു. കാർക്ക് ദ്വീപിനെ പിടിച്ചെടുത്ത് കാർക്ക് ദ്വീപിൻ്റെ എണ്ണ നിയന്ത്രണം കൈക്കലാക്കുകയാണ് ട്രംപിൻ്റെ ലക്ഷ്യം. എന്നാൽ ഇത് ഏറ്റവും അപകടകരമായ ഒരു സ്ഥിതിവിശേഷമുണ്ടാക്കുമോ എന്ന് ഭയക്കുന്നു അമേരിക്കൻ ജനങ്ങൾ. ഇറാനിലെ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണം 10 ദിവസത്തേക്കാണ് ട്രംപ് നിർത്തിവെച്ചത്. അതിനു പിന്നാലെ കരയുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ ട്രംപ് തുടങ്ങിവെച്ചു. ഹോർമുസ് കടലിടുക്ക് എന്നേക്കുമായി ഇറാന്റെ നിയന്ത്രണത്തിലായാൽ കടലിടുക്കിലൂടെ കപ്പലുകൾ പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഇറാന് നികുതി കൊടുക്കേണ്ട സാഹചര്യമുണ്ടായാൽ അത് ലോകക്രമത്തെ ആകെ താറുമാറാക്കും. ഇറാനെ പരാജയപ്പെടുത്താനുള്ള ഏകമാർഗം കാർക്ക് ദ്വീപ് പിടിച്ചെടുക്കുക തന്നെയാണ് എന്ന് ട്രംപ് വിശ്വസിക്കുന്നു. ഇതോടെ അവരുടെ പണവിതരണം നിശ്ചലമാകും. ഇറാൻ തീരത്തു നിന്ന് 16 മൈൽ അകലെയാണ് ഈ ദ്വീപ്. ഫോർബിഡൻ ഐലൻഡ് എന്നും ഈ ദ്വീപ് അറിയപ്പെടുന്നു. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ എണ്ണ കയറ്റുമതിയുടെ 90% ഈ ദ്വീപ് വഴി. കാർക്ക് ദ്വീപിനെ ആക്രമിച്ചുകൊണ്ട് ടെർമിനൽ, സംഭരണ ടാങ്കുകൾ, പൈപ്പ് ലൈൻ എന്നിവയുടെ നിയന്ത്രണം പിടിച്ചെടുക്കുകയാണ് അമേരിക്കൻ ലക്ഷ്യം. ഇത് ടെഹ്റാൻ സമ്പദ് വ്യവസ്ഥയെ പിന്തുണയ്ക്കുന്നതും സൈന്യത്തിന് ധനസഹായം നൽകുന്നതുമായ പണത്തിന്റെ ഒഴുക്ക് തടയാൻ ഇടവരുത്തും. ഏകദേശം 8 ചതുരശ്ര മൈൽ വിസ്തീർണമുണ്ട് ഈ ദ്വീപിന്. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ജപ്പാനെതിരെ ഏറ്റവും ക്രൂരമായ പോരാട്ടങ്ങൾക്ക് വേദിയായ പസഫിക്കിലെ ഇവോ ജിബ ദ്വീപിൻ്റെ അതേ വലിപ്പം.
ആ ദ്വീപിൽ അന്ന് 7,000-ഓളം US മറീനുകൾ കൊല്ലപ്പെട്ടു. 20,000-ലധികം പേർക്ക് പരിക്കേറ്റു. കാർഗിൽ ഒരു ഡീപ്പ് വാട്ടർ ടാങ്കർ തുറമുഖം, ഒരു വിമാനത്താവളം എന്നിവയുണ്ട്. കാർഗ് ദ്വീപിനെതിരെയുള്ള ആക്രമണങ്ങൾ 2 ദിശയിൽ നിന്നാണ് അമേരിക്ക പദ്ധതിയിടുന്നത്. ഹോർമുസ് കടലിടുക്കിന്റെ തടസ്സം കടക്കുന്നതിന് പകരം യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ നിന്ന് ഗൾഫ് വഴി അല്ലെങ്കിൽ കടൽ വഴി USS എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പൽ ആ മേഖലയിലേക്ക് കൊണ്ടുവന്ന് കൂടുതൽ വ്യോമാക്രമണങ്ങൾ നടത്തി ഇറാൻ സേനയെ ദുർബലമാക്കാനും അമേരിക്ക പദ്ധതിയിടുന്നു. 82-ാം എയർബോൺ മേഖലയിലുള്ള മറീനുകളും കരസേന അംഗങ്ങളുമൊക്കെ ഇപ്പോൾ മേഖലയിലേക്ക് തിരിച്ചു. യുദ്ധത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇറാൻ ഭരണകൂടത്തിന്റെ ചിരച്ഛേദമായിരുന്നു നമ്മൾ കണ്ടത്. പിന്നീട് അവരുടെ ശക്തി കേന്ദ്രങ്ങൾക്ക് നേരെ ബോംബ് വർഷം. എന്നാൽ 90 ദശലക്ഷത്തിലധികം ജനങ്ങളുള്ള ഒരു രാജ്യം അവരുടെ ഗരേജുകളിലും അടുക്കളകളിലുമൊക്കെ ചെറുകിട ഫാക്ടറികളായി മിസൈൽ ലോഞ്ചറുകൾ സജ്ജമാക്കാൻ ഇപ്പോഴും ഇറാന് കഴിയുന്നു. സ്ഫോടനാത്മകമായ പെലോഡുകൾ വഹിക്കാൻ കഴിവുള്ള ആയിരക്കണക്കിന് ചെറുതും ഇടത്തരവുമായ ഡ്രോണുകൾ ഇപ്പോഴും നിർമ്മിക്കപ്പെടുന്നു. അത് പലപ്പോഴും വീടുകളുടെ അകത്തളങ്ങളിൽ പോലും. ഇറാന്റെ ഗൾഫ് തീരപ്രദേശം പർവ്വത പ്രദേശങ്ങളാണ്. ഇതിന് താഴെ കപ്പലുകളുടെ നീണ്ട നിര. താറാവുകൾ പോലെ കപ്പലുകൾ ഒഴുകി നടക്കുന്ന കാഴ്ച ഇറാൻ പർവ്വതനിരകളിൽ നിന്ന് കാണാൻ കഴിയും. 1915-ൽ ഗാലിപ്പോളി യുദ്ധം, പിന്നീട് 1944-ൽ അൻസിയോ. അന്ന് 2 ലോകമഹായുദ്ധങ്ങളിലും ഇതേ തലത്തിലുള്ള ഭൂപ്രദേശത്ത് നടന്ന ആക്രമണങ്ങളിൽ എത്രമാത്രം മനുഷ്യനാശം സംഭവിച്ചിട്ടുണ്ട് എന്നത് ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെയൊക്കെ പ്രതിരോധക്കാർക്ക് ഉയർന്ന സ്ഥാനമാണ് ഉണ്ടായിരിക്കുന്നത്. മുൻപ് കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യ നേരിട്ട അതേ പ്രതിസന്ധി. കാർഗ് ദ്വീപിൽ ഇതിനകം തന്നെ റോക്കറ്റ് ലോഞ്ചറുകളും മറ്റു പീരങ്കികളും ഉപയോഗിച്ച് സായുധരായ മത തീവ്രവാദികൾ വലിയ പരിശീലനം നേടി പ്രതിരോധമുറപ്പിച്ചിട്ടുണ്ടാവാം എന്നും അമേരിക്ക സംശയിക്കുന്നു. ഇറാനിയൻ റെഗുലർ ആർമിയുടെ സേനാബലം 5,80,000, IRGCയിലുള്ളത് 1,90,000. റിസർവുകളിൽ ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് സൈനിക പരിശീലനം ലഭിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ 1 ദശലക്ഷം സൈനികരെ കൂടി നിയോഗിക്കാനുള്ള പുറപ്പാടിലാണ് ഇറാൻ. യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് ഇറാന്റെ പക്കൽ ഉണ്ടായിരുന്നത് 1,500 ടാങ്കുകൾ. കാർഗ് ദ്വീപിനെതിരെയുള്ള ആക്രമണം എങ്ങനെ അമേരിക്ക പ്രാവർത്തികമാക്കും? ആകാശത്ത് നിന്ന് കാർഗ് ദ്വീപിലേക്ക് ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചാൽ ഇറാനികൾ 18 ദശലക്ഷം ബാരൽ വരെ എണ്ണ അടങ്ങിയ എണ്ണ സംഭരണ ടാങ്കുകൾക്ക് തീയിടും. ചുരുക്കത്തിൽ ആ മേഖലയാകെ മൂടുന്ന കറുത്ത മേഘപടലം സൃഷ്ടിച്ചെടുക്കാൻ ഇറാൻ സേനയ്ക്ക് കഴിയും. ഈ കറുത്ത മേഘപടലം നിലനിൽക്കുന്നിടത്തോളം കാലം ഹെലികോപ്റ്റർ ആക്രമണമോ പാരച്യൂട്ട് ഉപയോഗിച്ചുള്ള അധിനിവേശ ശ്രമങ്ങളോ പരാജയപ്പെടും. ആഗോള സമ്പദ് വ്യവസ്ഥയിൽ കാർഗ് ദ്വീപിനെതിരെയുള്ള ആക്രമണം വലിയ പ്രത്യാഘാതങ്ങളും സൃഷ്ടിക്കും. കാർഗിന്റെ പ്രതിരോധം മയപ്പെടുത്തുന്നതിനായി നീണ്ടു നിൽക്കുന്ന ബോംബിംഗ് ആക്രമിക്കേണ്ടി വരും ഇസ്രയേൽ അമേരിക്കൻ സേനയ്ക്ക്. ഹെലികോപ്റ്ററുകളും സൈനികരുമൊക്കെ തങ്ങളുടെ പരിധിയിലേക്ക് എത്തുമ്പോൾ തോളിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന മിസൈലുകളും റോക്കറ്റ് ലോഞ്ചറുകളും ഇറാനികൾ ഉപയോഗപ്പെടുത്തും. പാരച്യൂട്ട് ആക്രമണങ്ങൾക്കെതിരെ ഫസ്റ്റ് പേഴ്സൺ ഡ്രോണുകൾ അവർ വലിയ തോതിൽ വിന്യസിക്കും. യുക്രൈൻ യുദ്ധത്തിൽ റഷ്യ നേരിട്ട സമാനമായ പ്രതിരോധ സാഹചര്യങ്ങളിൽ അമേരിക്കയും സേനയും ചെന്നുപെടുമെന്നാണ് യുദ്ധവിദഗ്ധരുടെ മുന്നറിയിപ്പ്. അമേരിക്ക എപ്പോഴും അതിൻ്റെ സാങ്കേതിക മികവിൽ അഭിമാനിക്കുന്നു. അത്യാധുനിക ശരീര കവചങ്ങൾ ഉണ്ട് എങ്കിലും US സൈനികർക്ക് അജയ്യരാകാൻ കഴിയില്ല. വെടിയുണ്ടകൾ വളരെ അടുത്തു നിന്നാകുമ്പോൾ ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലുമൊക്കെ സഖ്യകക്ഷികൾക്ക് മികച്ച പ്രതിരോധശേഷിയുള്ള സൈനിക ആശുപത്രികൾ സ്ഥാപിക്കാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ കാർഗ് ദ്വീപിൽ ഗുരുതരമായ ആക്രമണങ്ങൾക്ക് വിധേയരാകുന്ന അമേരിക്കൻ സേനാംഗങ്ങളുടെ ചികിത്സ പോലും വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. കാർഗിൽ മുറിവുകളാൽ മരിക്കുന്നവരുടെ എണ്ണം കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ ഇറാൻ പറയുന്നത് നിങ്ങൾ കടന്നുവരുന്നത് ഒരു നരകത്തിലേക്കാണ്. അമേരിക്കൻ സൈന്യം ആക്രമണം നടത്തി കാർഗ് ദ്വീപ് പിടിച്ചെടുത്താൽ അവർക്ക് ആ ദ്വീപിൽ പിടിച്ചു നിൽക്കേണ്ടത് അനിവാര്യമാണ്. സ്ഥിരമായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾക്ക് അവർ വിധേയരാകും. ഇതുകൊണ്ടുകൂടിയാണ് കാർഗ് ദ്വീപിനെതിരെയുള്ള ആക്രമണം വ്യാജമായ ഒരു അമേരിക്കൻ പ്രചരണ നിർമ്മിതിയായിരിക്കുമെന്ന് പൊതുവെ ലോകത്തിലെ മാധ്യമങ്ങൾ പറയുന്നത്. അമേരിക്കക്കാരുടെ യഥാർത്ഥ ഉദ്ദേശങ്ങളിൽ നിന്ന് ടെഹ്റാനെ വ്യതിചലിപ്പിക്കാനുള്ള ഒരു വ്യാജ പ്രചരണവുമാകാം ഇത്. എന്നാൽ ഹോർമുസ് കടലിടുക്കിലെ 576 ചതുരശ്ര മൈൽ വിസ്തീർണമുള്ള
കേഷം ദ്വീപും സമീപത്തുള്ള ലാറാക്കും പിടിച്ചെടുക്കാൻ യുവസേനയ്ക്ക് കഴിഞ്ഞാൽ ഏറെ മുന്നേറ്റമൊഴുക്കാൻ ഒരുപക്ഷെ അമേരിക്കയ്ക്ക് കഴിയും. ഇറാനെതിരെയുള്ള യുദ്ധത്തിൽ അവരെ മുട്ടുകുത്തിക്കാൻ ഒരു സുപ്രധാന ലക്ഷ്യമായി അമേരിക്കൻ പ്രസിഡന്റ് കാണുന്നത് കാർഗ് ദ്വീപ് ബേസ് ചെയ്തുള്ള യുദ്ധം തന്നെയാണ്. ഇവിടെ ചിലർ 100 വർഷങ്ങൾക്ക് മുൻപ് ഒന്നാം ലോകമഹായുദ്ധകാലത്ത് ബ്രിട്ടന് സംഭവിച്ച ഒരു യുദ്ധപ്പാളിച്ച എടുത്തു കാട്ടുന്നു. അന്ന് ദാർഡനെല്ലസ് കടലിടുക്ക് പിടിച്ചടക്കി ഓട്ടോമൻ സാമ്രാജ്യത്തെ തകർക്കാൻ ബ്രിട്ടൻ ഒരു യുദ്ധം നടത്തുകയും ഒടുവിൽ പരാജയപ്പെടുകയും ചെയ്ത സംഭവമാണ് ഗല്ലിപ്പോളി യുദ്ധം. 1915-16 കാലഘട്ടത്തിൽ ഓട്ടോമൻ സാമ്രാജ്യത്തെ തകർക്കാൻ ബ്രിട്ടൻ ഗല്ലിപ്പോളി യുദ്ധം ആരംഭിച്ചു. ചരിത്രത്തിൽ ആദ്യമായി നടത്തിയ ഒരു ആംഫിബിയസ് ഓപ്പറേഷൻ, കരയിലും വെള്ളത്തിലുമൊക്കെ ഒരേ സമയം സൈനിക നടപടി, അതായിരുന്നു ബ്രിട്ടൻ ലക്ഷ്യമിട്ടത്. യൂറോപ്പിൽ നിന്ന് റഷ്യയിലേക്കുള്ള സമുദ്രപാതയുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയായിരുന്നു ഗല്ലിപ്പോളി ആക്രമണത്തിലൂടെ ബ്രിട്ടൻ ലക്ഷ്യമിട്ടത്. ഇതിനായി തന്ത്രപരമായ ദാർഡനെല്ലസ് കടലിടുക്ക് അവർ പിടിച്ചെടുക്കാൻ തീരുമാനമെടുത്തു. ദാർഡനെല്ലസ് കടലിടുക്ക് പിടിച്ചെടുത്താൽ തലസ്ഥാനമായ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കി അവരെ പരാജയപ്പെടുത്തുക എളുപ്പമാണ് എന്ന് ബ്രിട്ടൻ മനസ്സിലാക്കി. അന്ന് വിൻസ്റ്റൺ ചർച്ചിലും അദ്ദേഹത്തിന്റെ ബ്രിട്ടീഷ് ജനറലുകളുമൊക്കെ ശത്രു സാമ്രാജ്യം ദുർബലവും കാലഹരണപ്പെട്ടതുമാണ് എന്ന് കണക്കുകൂട്ടി. ഇത്തരമൊരു തെറ്റായ ധാരണയും അമിത ആത്മവിശ്വാസവുമാണ് അന്ന് ബ്രിട്ടന്റെ പരാജയത്തിന് കാരണം. 1915 ഫെബ്രുവരി 19 ബ്രിട്ടീഷ് ഫ്രഞ്ച് കപ്പലുകൾ ദാർഡനെല്ലസിൽ ബോംബാക്രമണം നടത്തിക്കൊണ്ട് യുദ്ധത്തിന് തുടക്കമിട്ടു. അന്ന് നാവികസേനയെ ഉപയോഗിച്ച് മുന്നേറാൻ ശ്രമിച്ച ബ്രിട്ടന് വലിയ തോതിൽ തിരിച്ചടികളാണ് ആദ്യഘട്ടത്തിൽ തന്നെ ലഭിച്ചത്. ആ പ്രദേശമാകെ മൈനുകൾ കൊണ്ട് നിറച്ചിരുന്നു ശത്രുക്കൾ. ഈ മൈനുകൾ ബ്രിട്ടന്റെ 3 കപ്പലുകൾ മുക്കിക്കളഞ്ഞു. മറ്റ് 3 കപ്പലുകൾക്ക് കനത്ത നാശനഷ്ടം സംഭവിച്ചു. നാവിക നീക്കം പൂർണ്ണമായും പരാജയപ്പെട്ടു. അങ്ങനെ ഏപ്രിൽ 25 കരസേന അധിനിവേശം തുടങ്ങി. ബ്രിട്ടൻ, ഫ്രാൻസ്, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള സൈനികർ ഈ നീക്കത്തിൽ പങ്കെടുത്തു. തങ്ങളുടെ മുന്നിലെ ഭൂപ്രകൃതിയെ പൂർണ്ണമായി മനസ്സിലാക്കാൻ അവർ പരാജയപ്പെട്ട ഒരു സംഭവം. കരസേന അധിനിവേശത്തിന്റെ തുടക്കത്തിൽ വലിയ തിരിച്ചടികളാണ് അവർ നേരിട്ടത്. കടൽ തീരത്തെ ഇടുങ്ങിയ മണൽപ്പരപ്പുകളിൽ സൈനികർ പലരും താഴ്ന്നുപോയി. മാത്രമല്ല, കുത്തനെ ഉയർന്നു നിൽക്കുന്ന മലനിരകളിൽ നിന്ന് ഓട്ടോമൻ സൈന്യം താഴെ നിലയുറപ്പിച്ചിട്ടുള്ള ബ്രിട്ടീഷ് സൈന്യത്തിന് നേർക്ക് അതിശക്തമായ വെടിവെപ്പ് തുടങ്ങി. ശത്രുക്കളുടെ തുടർച്ചയായ വെടിവെപ്പിനിടയിൽ സൈനികർക്ക് ആവശ്യമായ ഭക്ഷണവും മറ്റ് സാമഗ്രികളും കൃത്യമായി എത്തിക്കാൻ അവർക്ക് സാധിക്കാതെ വന്നു. ആദ്യഘട്ടത്തിൽ അയച്ച 200 സൈനികരിൽ 21 പേർക്ക് മാത്രമാണ് അന്ന് വാസ്തവത്തിൽ കരയ്ക്കടിയാൻ കഴിഞ്ഞത്. യുദ്ധം കടുപ്പമേറി എന്ന് ബ്രിട്ടീഷ് കമാൻഡർക്ക് മനസ്സിലായി. അടിയന്തരമായി 95,000 സൈനികരെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മെസ്സേജ് അദ്ദേഹം അയച്ചു. എന്നാൽ അതിൽ 4/1 ബ്രിട്ടീഷ് സൈനികരെ മാത്രമേ അയക്കാൻ അന്ന് ബ്രിട്ടന് കഴിഞ്ഞുള്ളൂ. അപകടം മനസ്സിലാക്കി 4,80,000 സഖ്യകക്ഷി സൈനികർ യുദ്ധത്തിൽ പങ്കെടുത്തു. സഖ്യകക്ഷികൾക്ക് ഏകദേശം 2.5 ലക്ഷം സൈനിക നഷ്ടമാണ് സംഭവിച്ചത്. ഏകദേശം 46,000 പേർ അവിടെ കൊല്ലപ്പെട്ടു. മറ്റുള്ളവർ പരിക്കേറ്റ് മൃതപ്രായരായി. എന്നാൽ തുർക്കി പക്ഷത്ത് സംഭവിച്ചത് ഏകദേശം 65,000 മരണങ്ങൾ മാത്രം. ഭൂപ്രകൃതിയും ശത്രുവിൻ്റെ പ്രതിരോധശേഷിയും വിലയിരുത്തുന്നതിൽ ബ്രിട്ടന് സംഭവിച്ച പാളിച്ചയായിരുന്നു ഈ ദുരന്തത്തിന് കാരണം. ഒടുവിൽ പരാജയം സംബന്ധിച്ച് ബ്രിട്ടൻ 1915 ഡിസംബറിൽ അവിടെ നിന്ന് പിന്മാറാൻ തീരുമാനമെടുത്തു. 1916 ജനുവരി 9 അവസാന സൈനികനും അവിടെ നിന്ന് മടങ്ങി. ട്രംപ് ഇപ്പോൾ ആസൂത്രണം ചെയ്യുന്ന സൈനിക നീക്കവും ചരിത്രപരമായി ഗല്ലിപ്പോളി യുദ്ധത്തിന് സമാനമാണ് എന്നീ ആശങ്ക പല യുദ്ധവിദഗ്ധരും ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നു. അന്ന് ദാർഡനെല്ലസ് കടലിടുക്കിൽ തിരിച്ചറിയപ്പെടാത്ത മൈനുകൾ ബ്രിട്ടീഷ് കപ്പലുകളെ തകർത്തതുപോലെ വെറും 22 കിലോമീറ്റർ വീതിയുള്ള ഹോർമിസ് കടലിടുക്കും അമേരിക്കൻ സേനയ്ക്ക് ഒരു മരണക്കെണിയായി മാറുമെന്നാണ് ചിലർ ഓർമ്മപ്പെടുത്തുന്നത്. ദ്വീപിൽ മൈനുകൾ, വിമാനഭേദക മിസൈലുകൾ, അത്യാധുനിക മിസൈലുകൾ എന്നിവ ഇതിനകം തന്നെ ഇറാൻ വിന്യസിച്ചിട്ടുണ്ടാവാം. ആയിരക്കണക്കിന് ഡ്രോണുകളും വേഗതയേറിയ അറ്റാക്ക് ഷിപ്പുകളുമൊക്കെ മേഖലയിൽ നിലയുറപ്പിച്ചിട്ടുണ്ടാവാം. ഇതിനിടയിലാണ് 1 ദശലക്ഷം സൈനികരെ കൂടി തങ്ങളുടെ സൈനിക നിരയിലേക്ക് ചേർക്കാൻ തീവ്ര ശ്രമങ്ങൾ തുടങ്ങിയിരിക്കുന്നത് ഇറാൻ. മറുവശത്ത് ട്രംപിൻ്റെ നീക്കങ്ങൾ വിജയിക്കുമോ എന്ന ആശങ്കയോടെ ലോകം നോക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.